വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, മഹാത്മാഗാന്ധി സർവകലാശാലയുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ ഏറ്റവും ബഹുമാനിയായ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ടീച്ചർ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടിയിൽ ശരിക്കും നമ്മൾ ഓരോ അധ്യാപകർക്കും വളരെയധികം ആശങ്കകൾ ഉണ്ടായിരുന്ന വലിയ 2 വിഷയങ്ങൾക്ക് ഇന്ന് സൊല്യൂഷൻ ആയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, നമ്മുടെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ നമ്മുടെ വർക്ക് ലോഡ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിലെന്തായിരിക്കും. രണ്ടാമത്തെ വലിയൊരു ആശങ്ക, പ്രത്യേകിച്ചും വലിയ കോളേജുകൾക്ക് ടൈം ടേബിൾ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു. അത് 2 റിസോഴ്സ് ഷിഫിക് സാറും ശുചീന്ദ്രൻ സാറും വളരെ കൃത്യമായി തന്നെ ടൈം ടേബിൾ ഫോം ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നു. അപ്പോൾ 1 വർഷം ആയി നമ്മൾ സർവകലാശാല സിലബസ് രൂപീകരണവും കരിക്കുലം പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിരവധിയായ ശില്പശാലകളും മീറ്റിങ്ങുകളും നടത്തി അതിലെല്ലാം പങ്കെടുത്ത അധ്യാപകരുണ്ട്. അവരെയൊക്കെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഇന്നിവിടെ പ്രിൻസിപ്പൽമാരും നോഡൽ ഓഫീസേഴ്സും വന്നിരിക്കുന്നത്. സർവകലാശാലയ്ക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. കാരണം നമ്മൾ പൂർണ്ണ സജ്ജമായി തന്നെ ഇവിടെ ഈ പുതിയ 4 വർഷ ബിരുദത്തെ വരവേൽക്കാൻ പ്രാപ്തരായി ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുകയും അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നമുക്കതിനുള്ള ഒരു അംഗീകാരം പോലെ ആണ് ഇന്ന് നമ്മുടെ മിനിസ്റ്റർ ഇവിടെ വന്ന് സംസാരിച്ചത്. അപ്പോൾ ശരിക്കും ആശങ്കകളൊന്നും ഇല്ലാത്ത ഒരു പുതുവർഷം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അത്തരത്തിലൊരു തുടക്കമാകാം എന്ന് നമുക്കിനി തീർത്തും നമ്മുടെ കോളേജുകളിൽ ചെന്ന് എല്ലാ അധ്യാപകരോടും പറയാം. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. മേഖലാതലത്തിൽ എല്ലാ കോളേജിലെ അധ്യാപകർക്കും നമ്മൾ ഈ പുതിയ FIUGPയെ പറ്റി ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അതിൽ എല്ലാ അധ്യാപകരെയും പങ്കെടുപ്പിക്കാൻ പ്രിൻസിപ്പൽമാരെല്ലാവരും ശ്രമിക്കണം, എല്ലാവരെയും വിടണം. കാരണം ഈ പുതിയ സംവിധാനത്തെ പറ്റി, ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് കോളേജുകളിൽ ഇപ്പോഴും എന്താണെന്ന് നേരം വെളുക്കാത്തെന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെയുള്ള ഒരാളെങ്കിലും ഉണ്ടാകും എല്ലാ കോളേജിലും. ഒരു പ്രിൻസിപ്പളിനും സംശയം കാണൂല കാര്യത്തിൽ. ഒരു പ്രിൻസിപ്പൽ ചാർജുള്ള ആളെന്നുള്ള നിലയിൽ എനിക്ക് സംശയമില്ല, ഒരാളെങ്കിലും ഉണ്ടാവും ഇപ്പോഴും നേരം വെളുക്കാതെ FIUGP എന്തെന്ന് അറിഞ്ഞുകൂടാക്കാം. അപ്പൊ അങ്ങനെ ഒരാൾ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി വളരെ കഷ്ടപ്പെടും ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് എല്ലാ അധ്യാപകരും ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പ്രിൻസിപ്പൽസ് ഉറപ്പാക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് സർവകലാശാലയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും ഒക്കെ ഈ പുതിയൊരു ചട്ടക്കൂട് ഉണ്ടാക്കി അത് അവതരിപ്പിക്കുന്നത്. അത് ഗ്ലോബലി നമ്മുടെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണ്, ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിനെ അധ്യാപകരെ പ്രാപ്തരാക്കുക എന്നുള്ള ഒരു കടമ്പ കൂടി നമുക്ക് കടക്കേണ്ടതുണ്ട്. അതിനെ അധ്യാപകർ പെട്ടെന്ന് തന്നെ അഡാപ്റ്റഡ് ആകും. നമ്മൾ കൊറോണ സമയത്ത് നമ്മൾ കണ്ടതാണ് എത്ര പെട്ടെന്നാണ്, ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മൾ ക്ലാസ് റൂം ടീച്ചിങ് പ്രൊസീജിയറിൽ നിന്ന് മാറി ഓൺലൈൻ പ്രൊസീജിയറിലേക്ക് അധ്യാപകർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറി. എത്ര പെട്ടെന്നാണ് നമ്മൾ ആ കാലഘട്ടത്തെ അതിജീവിച്ചത്. ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ തരം ലേണിംഗ് പ്രൊസീജിയേഴ്സും നമ്മൾ പൂർത്തീകരിച്ചു. അതിനുവേണ്ടി പൂർണ്ണമായി അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു മാതൃക നമ്മുടെ മുന്നിലുണ്ട് അധ്യാപകരെല്ലാവരും. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കോഴ്സിലൂടെ, ചെറിയൊരു ട്രെയിനിങ്ങിലൂടെ തന്നെ അധ്യാപകരെ പ്രാപ്തരാക്കി എടുക്കാൻ കഴിയും. അതിനുള്ള ഒരു ശ്രമമാണ് ഇനി നമ്മൾ കോളേജുകളിൽ നടത്തേണ്ടത്. സർവകലാശാല അതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും കോളേജുകൾക്ക് നൽകും. അതിനുള്ള തീയതികൾ നമ്മൾ അറിയിക്കും. അതനുസരിച്ച് എല്ലാവരും അധ്യാപകരെ ആ കോഴ്സുകളിലേക്ക് പങ്കെടുപ്പിക്കാൻ വിടുക. ഒപ്പം തന്നെ ഇത്രയും ഈ 1 വർഷക്കാലം ഉടനീളം എല്ലാ പ്രിൻസിപ്പൽമാരും അധ്യാപകരെ സിലബസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്. അവരുടെ സേവനം സർവകലാശാല ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ കൃത്യസമയത്ത് നമുക്ക് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നമ്മൾ പോയത്. അതുകൊണ്ടാണ് ഇന്നിപ്പോ ഇവിടെ നിന്ന് വളരെ ഏറ്റവും ധൈര്യത്തോടെ, ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കിത് അവതരിപ്പിക്കാൻ കഴിയുന്നത്. അത് ഏറ്റവും സന്തോഷമുണ്ട്. അത് സർവകലാശാല ഒറ്റയ്ക്കല്ല, സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ കോളേജുകളും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം അത്രയും വാല്യുബിൾ ആയിട്ട് തന്നെയാണ് സർവകലാശാല കാണുന്നത്. അതുകൊണ്ട് ഇനിയും അത്തരത്തിലുള്ള സഹകരണം പൂർണ്ണമായി ഉണ്ടാകും. മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചു, നമുക്ക് FIUGP ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം.
ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകാം. എന്നാൽ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം സർവകലാശാലയിൽ ഒരു വാർ റൂമായിട്ട് തന്നെ, നിലവിലൊരു വാർ റൂം നമ്മൾ സിലബസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടി ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഇഷ്യൂസും കൂടി കണക്കാക്കിക്കൊണ്ട് ഒരു വാർ റൂം സജ്ജീകരിക്കും. അതിൽ ഏറ്റവും പെട്ടെന്ന് മറുപടി കിട്ടുന്ന തരത്തിലുള്ള ഒരു സംവിധാനമായിരിക്കും ഉണ്ടാവുക. അത് ഒരു തരത്തിലുള്ള സങ്കോചവും അല്ലെങ്കിൽ ആശങ്കയും ആർക്കും തന്നെ വേണ്ട. അതും സർവകലാശാല ഒരുക്കുന്നതായിരിക്കും. അതുപോലെ കോളേജ് തലത്തിൽ FIUGP കമ്മിറ്റി ഈ വാർ റൂമുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും, ഒരു ഇഷ്യൂ പരിഹരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ സൊല്യൂഷൻ കോളേജിൽ റെക്കോർഡ് ചെയ്യണം. വീണ്ടും അടുത്ത വർഷവും വരുന്നവർക്ക് ഇത്തരം ഇഷ്യൂസ് ഉണ്ടായാൽ അത് പരിഹരിക്കാൻ റെക്കോർഡഡ് ആയിട്ട് അവിടെ ഡോക്യുമെന്റഡ് ആയിട്ട് ഒരു സംഭവം ഉണ്ടാകണം. അപ്പോൾ പ്രത്യേകിച്ചും കോർപ്പറേറ്റ് മാനേജ്മെന്റ് സർക്കാർ കോളേജുകളിലൊക്കെ അധ്യാപകർ ഇങ്ങനെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വർഷം ഉള്ളവരൊന്നും ഈ കമ്മിറ്റികൾ അടുത്ത വർഷം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ പുതിയ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും നമുക്കുണ്ടായ ഇഷ്യൂസ്, കംപ്ലൈൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും റെക്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ഡോക്യുമെന്റ് ചെയ്യുന്ന ഒരു സംവിധാനം കൂടി കോളേജുകൾ കൃത്യമായിട്ട് ഒരുക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഈ വർഷം ജോയിൻ ചെയ്യുന്ന കുട്ടി 4 വർഷം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും. ആ കുട്ടികളുടെ ഇഷ്യൂസും അടുത്ത വർഷം വരുന്ന കുട്ടികളുടെ ഇഷ്യൂസും ഒക്കെ നമുക്ക് കൃത്യമായി പരിഹരിക്കാനും ഈ സംവിധാനം എന്താണോ സർക്കാർ ഉദ്ദേശിച്ചത് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. ഇത് പൂർണ്ണമായും നമ്മുടെ കോളേജുകളുടെ സഹകരണം എല്ലാ കാലത്തും ഉണ്ടായതുപോലെ ഇനിയും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുപോലെ കാരണം നമ്മൾ ഒരു പരീക്ഷ നടത്തി വാല്യുവേഷൻ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഏറ്റവും നന്നായി സഹകരിക്കുന്നത് ഞാനൊരു പരീക്ഷയുടെ കൺവീനർ എന്നുള്ള നിലയിൽ കൂടി പറയുകയാണ്. നമുക്കൊരു 10 ദിവസം കൊണ്ട് റിസൾട്ട് വിടാൻ പറ്റിയത് തന്നെ നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പൽമാരും അധ്യാപകരും ഏറ്റവും നന്നായി നമ്മളോട് സഹകരിച്ചത് കൊണ്ടാണ്. ആ സഹകരണം ഇനിയും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും കോളേജുകളിൽ ജൂലൈ 1-ാം തീയതി തുടങ്ങുന്ന ഈ പരിപാടി ഏറ്റവും നന്നായി നടത്തുന്നത് എല്ലാ കോളേജുകൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.